അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലെ ഏരിയ കാണാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലെ ഏരിയ കാണാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ കർവ്സ് y equal to e raised to x, y equal to modulus of e raised to x minus 1 and y axis. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ആക്സിസ് വരച്ചിട്ട് പറഞ്ഞിട്ടുള്ള കർവുകളെല്ലാം ട്രേസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ ആദ്യം നമുക്ക് മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് 1 വരയ്ക്കാം. മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് 1, ഇ റേസ് ടു എക്സ് എന്തായാലും വരക്കണം. ഇതാണ് ഇ റേസ് ടു എക്സ്, ഇതാണ് ഇ റേസ് ടു എക്സ്. ഇനി ഇ റേസ് ടു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് എന്നുള്ള ഗ്രാഫിനെ ഒരു യൂണിറ്റ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് ഇതേ ഗ്രാഫിനെ തന്നെ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇതേ ഗ്രാഫിനെ തന്നെ ഞാൻ ഒരു യൂണിറ്റ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഒരു യൂണിറ്റ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഇപ്പോൾ കിട്ടുന്നതാണ് ഇ റേസ് ടു എക്സ് മൈനസ് 1. ഇപ്പോൾ കിട്ടുന്നതാണ് ഇ റേസ് ടു എക്സ് മൈനസ് 1. പക്ഷേ നമുക്ക് വേണ്ടത് ഇ റേസ് ടു എക്സ് മൈനസ് 1 അല്ല, മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് 1 ആണ്. മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇ റേസ് ടു എക്സ് മൈനസ് 1 നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പോസിറ്റീവായിട്ട് മാറ്റണം. അതിൻ്റെ കറസ്പോണ്ടിങ് പോസിറ്റീവ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് കൗണ്ടർ പോസിറ്റീവ് പാർട്ട് ഇവിടെ വരക്കണം. ഇതിൻ്റെ കറസ്പോണ്ടിങ് കൗണ്ടർ പോസിറ്റീവ് പാർട്ട്. അപ്പോൾ ഇതാണ് മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് 1. ഇതാണ് മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് 1. അത് ഞാൻ ഫുൾ യെല്ലോയിൽ വരച്ചാൽ ഇതാണ് മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് 1. ഇതാണ് മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് 1. മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് 1. മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് 1 ഈ ഭാഗത്ത് അത് പോസിറ്റീവ് ആയിരുന്നു, ഇ റേസ് ടു എക്സ് മൈനസ് 1 ആണ്. ഇത് താഴെയുള്ള ഗ്രാഫായിരുന്നു, അപ്പോൾ മേലേക്ക് കൊണ്ടുവന്നാണ്, അത് നെഗറ്റീവ് എടുത്താണ്. അപ്പോൾ ഇത് 1 മൈനസ് ഇ റേസ് ടു എക്സ് ആണ്. ആ ഭാഗത്ത് 1 മൈനസ് ഇ റേസ് ടു എക്സ് ആണ് മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് 1ൻ്റെ വാല്യൂ. അപ്പോൾ ഈ രണ്ട് ഗ്രാഫും കൂടിയും ഇവിടെ മുട്ടും. ഈ രണ്ട് ഗ്രാഫും ഇനി വൈ ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്, ഇതെല്ലാം കൂടി എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ആണ് ചോദിച്ചത്. അപ്പോൾ ഇതിപ്പോൾ കാണാം ഇങ്ങനെ ഈ രണ്ട് ഗ്രാഫ് വൈ ആക്സിസ് എല്ലാം കൂടി എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ഈ ഏരിയയാണ് കാണേണ്ടത്. എല്ലാം കൂടി എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ആ ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ ആ ഏരിയ കാണണമെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഈ പോയിൻ്റ് ഏതാണെന്ന് കിട്ടണം, ആ പോയിൻ്റ് കിട്ടണം. ആ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാഫിൻ്റെ മീറ്റിംഗ് പോയിൻ്റാണ്. ഏതൊക്കെയാണ് രണ്ട് ഗ്രാഫ്? ഒന്ന് 1 മൈനസ് ഇ റേസ് ടു എക്സും ഇ റേസ് ടു എക്സും. ഈ രണ്ട് ഗ്രാഫും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണത്. ഇ റേസ് ടു എക്സും 1 മൈനസ് ഇ റേസ് ടു എക്സും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ 2 ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 1, ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 1/2, എക്സ് ഈക്വൽ ടു ലോഗ് 1/2, എക്സ് ഈക്വൽ ടു ലോഗ് 1/2. ആ പോയിൻ്റ് എക്സ് ഈക്വൽ ടു ലോഗ് 1/2 ആണ്. എക്സ് ഈക്വൽ ടു ലോഗ് 1/2 ആണ് ആ പോയിൻ്റ്. എക്സ് ഈക്വൽ ടു ലോഗ് 1/2 ആണ്. അപ്പോൾ നമുക്ക് ഏരിയ കാണാൻ ലോഗ് 1/2 മുതൽ 0 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഏരിയ കാണാൻ ലോഗ് 1/2 മുതൽ 0 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് ആണ് ഇപ്പോൾ കാണേണ്ടത്. അപ്പോൾ അപ്പർ കർവ് മൈനസ് ലോവർ കർവ്, അപ്പർ കർവ് മൈനസ് ലോവർ കർവ് എക്സ് ആക്സിസിലേക്കാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡി എക്സ് ലോഗ് 1/2 0. അപ്പർ കർവ് ഏതാണ്? മേലെ കൂടെ പോകുന്ന കർവ് ഇ റേസ് ടു എക്സ് ആണ്, മൈനസ് താഴെയുള്ള കർവ് 1 മൈനസ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. അപ്പോൾ ലോഗ് 1/2 ടു 0 2 ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡി എക്സ്. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് വരും ഫ്രം ലോഗ് 1/2 ടു 0. അപ്പർ ലിമിറ്റ് 0 അപ്ലൈ ചെയ്യുമ്പോൾ 2 × 1 മൈനസ് 0 മൈനസ് ലോവർ ലിമിറ്റ് 2 ഇ റേസ് ടു ലോഗ് 1/2 മൈനസ് ലോഗ് 1/2. ഇത് 2 ആണ് വരും, മൈനസ് ഇ റേസ് ടു ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ ഇത് 2 × 1/2 മൈനസ് ലോഗ് 1/2. അപ്പോൾ 1 പ്ലസ് ലോഗ് 1/2 എന്ന് വരും. ഈ ലോഗ് 1/2 മൈനസ് ലോഗ് 2 ആണ്. ലോഗ് 1/2 മൈനസ് ലോഗ് 2 ആണല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് ആൻസർ 1 മൈനസ് ലോഗ് 2 എന്ന് കിട്ടും. ലോഗ് 1/2 മൈനസ് ലോഗ് 2 ആണ്. അപ്പോൾ 1 മൈനസ് ലോഗ് 2 ആണ് ഏരിയ.
1 മൈനസ് ലോഗ് 2 ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഏരിയ 1 മൈനസ് ലോഗ് 2.